ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കിയാലോ. നമ്മുടെ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, ഒരു കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില, 2 പച്ചമുളക്, 1/2 കിലോ പ്രോൺസ്, പിന്നെ ഒരു 3 വലിയ കുടംപുളി കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി കുറവാണ് അതിന്. ഇനി പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഒരു 3.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, വേപ്പില, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ വലിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണല്ലോ, പ്രോൺസിൻ്റെ കൂടെ അല്ലേ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കണം. പൊടികൾ നല്ലോണം മൂക്കണം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് അധികം നേരം നമ്മൾ വഴറ്റുമൊന്നും വേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ്, ഒരു 3 മിനിറ്റ് മതി, ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം ചെമ്മീനെല്ലാം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മളിതിലേക്ക് കുടംപുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പുളിയൊക്കെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്, പുളി കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക്. അങ്ങനെ ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചതിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഇത് അടച്ച് വെച്ച് ചാറൊക്കെ വറ്റി നല്ല വെളിച്ചെണ്ണ തെളിയുന്നത് വരെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്, ഓയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതാണ് കറിയുടെ കറക്റ്റ് പാകം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.